കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ആഗസ്റ്റ് 6 പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ചത് ആഗസ്റ്റ് 6 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്കൻ സൈനികർ അണുബോംബിട്ടു. അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് നമ്മൾ ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം ആചരിക്കുന്നത്. അത് യുദ്ധത്തിനെതിരെയുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ആ ദിനം ആചരിക്കുന്നത്. ആഗസ്റ്റ് 9 ജപ്പാനിലെ തന്നെ മറ്റൊരു പട്ടണമായ നാഗസാക്കിയിലും അമേരിക്കൻ സൈന്യം അണുബോംബിട്ടിരുന്നു. അത് നമ്മൾ ആചരിക്കാറുണ്ട്. യുദ്ധത്തിനെതിരെ കുട്ടികളായ നിങ്ങൾ പല പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് സ്കൂളുകളിൽ നിന്ന്. ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് ടീച്ചർ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഹിരോഷിമ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതാണ് സഡാക്കോ സുസുക്കി. സഡാക്കോ സുസുക്കി എന്ന 12 വയസ്സ് വരെ ജീവിച്ചിരുന്ന പെൺകുട്ടി ഹിരോഷിമയിലെ അണുബോംബിൻ്റെ രക്തസാക്ഷിയാണ്. അവൾക്ക് 2 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബിട്ടത്. അന്ന് ആ അണുപ്രസരണമേറ്റ ആ പെൺകുട്ടി പിന്നീട് ഒരു രോഗിയായി മാറി. വലിയ കായിക താരമായി മാറണമെന്ന പ്രതീക്ഷയുമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സഡാക്കോ. ആശുപത്രി കിടക്കയിൽ വെച്ച് അവൾ മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന സമയത്ത് അവളുടെ ഒരു കൂട്ടുകാരി അവളെ കാണാൻ വന്നു. ആ കൂട്ടുകാരി അവളോട് പറഞ്ഞു ജപ്പാനിലെ ഒരു വിശ്വാസത്തെക്കുറിച്ച്. 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ ഏത് രോഗത്തിൽ നിന്നും മുക്തി കിട്ടും, ഏത് രോഗത്തിൽ നിന്നും മോചനം കിട്ടും എന്ന ഒരു ജപ്പാൻകാരുടെ വിശ്വാസം. അത് കേട്ട സഡാക്കോ ആശുപത്രിയിൽ മരുന്ന് കൊണ്ടുവരുന്ന പേപ്പർ എടുത്ത് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ വളരെ വിഷമിച്ച് കൊക്കുകളെ ഉണ്ടാക്കി 644 കൊക്കുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും ആ കുട്ടി മരണത്തിന് കീഴടങ്ങി. പിന്നീട് അവളുടെ കൂട്ടുകാർ ചേർന്ന് 1000 കൊക്കുകളെ ഉണ്ടാക്കി. നമ്മളെല്ലാ യുദ്ധ വിരുദ്ധ ദിനത്തിലും ഹിരോഷിമ ദിനത്തിലും നമ്മൾ ഈ പെൺകുട്ടിയെ എന്നും ഓർക്കും. ആ കുട്ടി ഉണ്ടാക്കിയ സഡാക്കോ കൊക്കുകളെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പരിചയപ്പെടുത്താനാണ് ടീച്ചർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതാ ടീച്ചർ നിങ്ങൾക്ക് ആ കൊക്കുകളെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. കുട്ടികളെ, എല്ലാവരും ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. എല്ലാവരും കാണുന്നില്ലേ A4 ഷീറ്റ്? A4 ഷീറ്റിനെ ഇതൊരു ചതുരാകൃതിയാണ്. ഇതിനെ സമചതുരാകൃതിയിലാക്കണം. സമചതുരാക്കാൻ നമുക്കറിയാലോ. നമ്മൾ സ്കൂളിൽ നിന്ന് പല കൊക്കുകളെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇതുപോലെ മടക്കി സമചതുരാകൃതിയിൽ ഉണ്ടാക്കണം. സമചതുരാകൃതി ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ മടക്കി പിന്നെ ഇതിൻ്റെ കൂടുതലുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇത് കുട്ടികൾക്കെല്ലാം അറിയാം. സ്കൂളിൽ നിന്ന് നമ്മൾ പല രൂപങ്ങളും ഉണ്ടാക്കലുണ്ട്. ഒറിഗാമി എന്നാണ് ഇതിൻ്റെ പേര്. കടലാസുകൾ പല വിധത്തിൽ മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ഒറിഗാമി എന്ന് പറയുന്നത്. ഇത് നന്നായി മടക്കി നഖമൊക്കെ വെച്ച് ഇങ്ങനെ അമർത്തുക. അപ്പോൾ അത് മുറിച്ചെടുക്കണം. ഇങ്ങനെ തറയിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മേലെയോ വെച്ച് നന്നായി മുറിച്ച് ഇങ്ങനെ ശക്തിയിൽ മുറിച്ച് എടുക്കണം. ഓക്കെ, ഇതുപോലെയുള്ള ഒരു രൂപം കിട്ടും. എല്ലാവരും ഒന്ന് ആക്കി ഇതുപോലെയുള്ള രൂപം. കുട്ടികളെ എല്ലാവരും കണ്ടുവല്ലോ. ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു രൂപം, ത്രികോണം. ഈ ത്രികോണത്തിനെ ഇനി പകുതിയാക്കി മടക്കുക. നേരെ പകുതിയാക്കി മറ്റൊരു ത്രികോണം, ചെറിയ ത്രികോണമാക്കി മാറ്റുക. എല്ലാവരും കാണുന്നുണ്ടല്ലോ. അങ്ങനെ നന്നായി മടക്കുക, നന്നായി മടക്കുക. ഒരു ത്രികോണം. ഇനി വീണ്ടും ഇതിനെ പകുതിയാക്കി മറ്റൊരു ത്രികോണമാക്കുക. ചെറിയ ത്രികോണം. ഇപ്പം എത്ര ത്രികോണമായി? എത്ര പ്രാവശ്യം മടക്കി? 3 പ്രാവശ്യം നമ്മൾ മടക്കി. നന്നായി മടക്കുക. നഖം ഉപയോഗിച്ച് എല്ലാ മടക്കുകളും കൃത്യമായി മടക്കുക. ഇത് മടക്ക് വീഴാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മടക്കുന്നത്. ആദ്യം തന്നെ ടീച്ചർ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചതുരമായിരുന്നു, ഒരു ത്രികോണമായിരുന്നു. അതിനെ ചതുരത്തിനെ നമ്മൾ ആദ്യം ചതുരമായിരുന്നു. ആ ചതുരത്തിനെ നമ്മൾ ത്രികോണമായി മടക്കി.
ത്രികോണം. ആ ത്രികോണത്തിനെ വീണ്ടും ഒരു ത്രികോണമായി ആക്കി. ആ ത്രികോണത്തിനെ വീണ്ടും ചെറുതാക്കി. അങ്ങനെ മടക്കി. ഇനി മടക്കുകളൊക്കെ നമ്മൾ നിവർത്തണം. മടക്ക് നിവർത്തി ഇതാ എല്ലാം മടക്കും. ഇത് മടക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത്. മടക്കുകൾ നിവർത്തി ഇങ്ങനെ ഒരു രൂപം കിട്ടും. ഇങ്ങനെ ഒരു രൂപം കിട്ടും. എല്ലാവരും ഒന്ന് നോക്കിയതാ ഇങ്ങനെ. അതിൻ്റെ നടുവിൽ ഒരു കൈ ഇങ്ങനെ വെച്ച് നമ്മൾ ഉപ്പേരിക്കൊട്ട ഉണ്ടാക്കുന്നത് പോലെ ഇതാ ഇങ്ങനെ ആ മൂല പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരെയാക്കി ഇതാ ഇങ്ങനെ താഴെ വെച്ച് നന്നായി എല്ലാ ഭാഗത്തും ഇങ്ങനെ അമർത്തി ഇതുപോലെയുള്ളൊരു രൂപം കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? ഇതുപോലെയുള്ളൊരു രൂപം. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടാവും, തുറന്നാൽ ഇങ്ങനെ ഉണ്ടാവും. മറ്റേ ഭാഗം ഇങ്ങനെ ഉണ്ടാവും. എല്ലാവർക്കും ഇങ്ങനെയുള്ള രൂപം കിട്ടിയോ? കിട്ടിയെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾക്ക് വേറൊരു രൂപം ഉണ്ടാക്കേണ്ടത്. ഇനി ഇതാ ഇങ്ങനെയുള്ള ഭാഗം നോക്കുക. ഇങ്ങനെയുള്ള ഭാഗത്തിനെ നമ്മൾ, നിങ്ങൾക്ക് എല്ലാവർക്കും സമൂസ അറിയാലോ, സമൂസയുടെ ആകൃതി അറിയാലോ. ഇതിനെ നമ്മൾ സമൂസ പോലെ ഉണ്ടാക്കണം. സമൂസ പോലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ മടക്കണം. ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇതിനെ ഒരു സൈഡിനെ ഇങ്ങനെ മടക്കണം. ഈ നടുവിലേക്ക് ഇങ്ങനെ ചേർത്ത് മടക്കണം. ഇതാ ഇങ്ങനെ സമൂസയുടെ ഒരു ഭാഗം നമ്മൾ മടക്കി. ഇനി അടുത്ത ഭാഗവും അതുപോലെ മടക്കണം. സമൂസയുടെ അടുത്ത ഭാഗവും മടക്കി നന്നായി മടക്കി വിരൽ വെച്ച് നന്നായിട്ട് നഖം കൊണ്ട് നന്നായിട്ട് അമർത്തണം. അമർത്തിയാൽ നമുക്ക് മടക്ക് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഒരു രൂപം കിട്ടി. ഇനി സമൂസ ആയില്ല. സമൂസ ആവണമെങ്കിൽ ഇനി ഒരു മടക്ക് കൂടി മടക്കണം. ഈ അടിഭാഗം മടക്കി ഇതാ നല്ല അടിപൊളി സമൂസ. എല്ലാവർക്കും ഇഷ്ടമല്ലേ സമൂസ? സമൂസയാണ് അല്ലേ? ഇനി ഇതിനെ മെല്ലെ തുറക്കുക. എല്ലാവരും ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഈ സ്ഥലത്ത് ടീച്ചർ ഇടത് കൈ വെച്ച സ്ഥലത്ത് കൈ മെല്ലെ പിടിക്കുക. ഒരു കൈ പിടിക്കുക. അത് നേരെ നിൽക്കാൻ വേണ്ടിയാണ്. ഇതിൽ നിന്ന് ഒരു ലെയർ മാത്രം ഇങ്ങനെ പുറകിലോട്ട് എടുക്കുക. പുറകിലോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടും. നമ്മൾ അങ്ങോട്ട് മടക്കിയതിനെ തിരിച്ച് മടക്കണം. ഉള്ളിലോട്ട് മടക്കണം. അവിടെ ഒരു മടക്ക് വീഴാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ തിരിച്ച് മടക്കിയത്. മെല്ലെ പകുതി മടക്കി പിന്നെ മറ്റേ പകുതി ഇങ്ങനെ മടക്കി മെല്ലെ മടക്കണം. ധൃതിയൊന്നും വേണ്ട, മെല്ലെ മടക്കുക. മെല്ലെ മടക്കി ഈ ഒരു ആകൃതി എല്ലാവർക്കും കിട്ടിയോ? ഇത് കിട്ടിയാൽ പകുതി പണി തീർന്നു. കിട്ടിയില്ല എല്ലാവർക്കും? ഇനി അടുത്ത ഭാഗവും ഇതേപോലെ. അടുത്ത ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല. ഇതൊരു പ്രാവശ്യം കണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെയും കാണുക കേട്ടോ. അടുത്ത ഭാഗവും വിരൽ ഇവിടെ വെച്ച്, ഇടത് കൈയുടെ വിരൽ അവിടെ വെച്ച് വലത് കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ ചെയ്യുക. കാണുന്നില്ല എല്ലാവരും? ടീച്ചറെ കൈ മറിഞ്ഞിട്ട് കാണുന്നില്ലേ? ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. മറ്റേ ഭാഗം ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഇതുപോലെ ഇങ്ങനെ മടക്കുക. മടക്കി നേരെ നിൽക്കുന്നില്ലെങ്കിൽ കൈ കൊണ്ട് പിടിച്ച് മടക്കി ശരിയാക്കി കൊടുക്കുക. ഓക്കെ. ഇങ്ങനെ ഒരു സാധനം കിട്ടി. എല്ലാവർക്കും കിട്ടിയോ? ഇങ്ങനെ ഒരു സാധനം കിട്ടി. അതിൻ്റെ ശരിയാണോ നോക്കാൻ രണ്ട് സൈഡ് ഇങ്ങനെ ഉണ്ടാവും. മറ്റേ ഭാഗത്താണെങ്കിൽ 3 എണ്ണം ഉണ്ടാവും. 2 നീളമുള്ളതും ഒരു 1 2 3 1 2 3 ഇങ്ങനെ കിട്ടിയാൽ നമ്മളത് ശരിയായി. ഇനി ഇപ്പം തന്നെ നമുക്കറിയാം കൊക്കിൻ്റെ ഇത് കൊക്കിൻ്റെ തലയും പാലൊക്കെ എവിടെ ആക്കേണ്ടതില്ല. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെയുള്ളതിനെ തിരിച്ച് ഇങ്ങനെ പിടിക്കണം. ഇതുപോലെ പിടിച്ച് ഇത് മെല്ലെ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണും. ഇങ്ങനെ പിടിക്കുക. ഇനി മറ്റേ ഭാഗവും ഇതുപോലെ തുറക്കുക. ഇങ്ങനെ വിടും. ഇത് രണ്ടും ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉള്ളതിൻ്റെ അതേപോലെയുള്ള 2 സൈഡുള്ളതും ഇവിടെ 3 ഇല്ല, ഇവിടെ 2 ഉള്ളതും കിട്ടും. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ താഴോട്ട് മടക്കണം. ഇതിനെ താഴോട്ട് അമർത്തി മടക്കുക. ഇതിനെയും താഴോട്ട് മടക്കുക. അപ്പം നമ്മുടെ കൊക്ക്
ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കൊക്ക് ഇതാ. ഇനി ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം നമുക്ക് തന്നെ ഇപ്പോൾ കാണുമ്പോൾ അറിയാം കൊക്ക് ഏകദേശം ആയി എന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കൊക്കിന് വാലുണ്ട്, കഴുത്തുണ്ട്, 2 ചിറകുണ്ട്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാ ഇത് 2 ചിറക്, ഇത് കഴുത്ത്, ഇത് വാല്. കഴുത്തും വാലും നമുക്ക് ഇഷ്ടമുള്ളതാക്കാം. ഇങ്ങനെ ഇതിൽ നിന്നും ഇവിടെ കൈ പിടിക്കണം. ഈ നടുവിൽ നമ്മൾ ഇടത് കൈ പിടിക്കുക, വലത് കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ മെല്ലെ വലിച്ച് പകുതി വലിക്കണം. നമുക്കൊരു കൊക്കിൻ്റെ കഴുത്ത് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. എത്ര ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മൾ വാലിൻ്റെ ഭാഗവും മെല്ലെ വലിക്കണം. ഒരുപാട് വലിച്ചുകൂടാ, മെല്ലെ ഈ ഒരു ഷേപ്പ് കിട്ടണം. ഈ ഒരു ഷേപ്പ് കിട്ടണം. ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം. അത്ര സമയം നമ്മൾ വലിക്കണം. ഇത്ര നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് കൊക്കായി. ഇനി നമ്മൾ കൊക്കിന് 2 ഇപ്പം തലയും വാലും ഒക്കെ ഒരുപോലെയാണ്. തലയിൽ എന്തുണ്ടാവും? കൊക്കുണ്ടാവും അല്ലേ? കഴുത്തും കൊക്കും ഉണ്ടാവും. അതിന് നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അതിനെ ഇങ്ങനെ മടക്കുക. അതൊരു കൊക്കിൻ്റെ ഷേപ്പിൽ നമ്മുടെ കൈ കൊണ്ട്